ദിനം പ്രതി ശാസ്ത്രജ്ഞർ നമ്മുടെ ഈ ലോകത്ത് പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ശാസ്ത്രജ്ഞരുടെ അടുത്ത് നിന്നുള്ള ഏറ്റവും പുതിയ കണ്ടെത്തൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് 250 പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന 2 ഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുകയാണ്. ഡ്രാങ്കോ നക്ഷത്ര സമൂഹത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. സൂര്യനേക്കാൾ വലിപ്പം കുറഞ്ഞതും കൂടുതൽ തണുത്തതുമായ ഒരു നക്ഷത്രത്തെയാണ് ഇരു ഗ്രഹങ്ങളും ഭ്രമണം ചെയ്യുന്നത്. നാസയുടെ ടെസ്റ്റ് ടെലിസ്കോപ്പ് സംവിധാനമാണ് ഈ ഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലൊരു ഗ്രഹം ഭൂമിയേക്കാൾ അല്പം കൂടി വലിപ്പമുള്ളതും പാറക്കെട്ടുകൾ നിറഞ്ഞതുമാണ്. രണ്ടാമത്തെ ഗ്രഹം ഭൂമിയുടെ ഇരട്ടി വലിപ്പമുള്ളതാണ് എന്നാണ് പറയുന്നത്. ഹൈഡ്രജൻ നിറഞ്ഞ അന്തരീക്ഷമാണ് ഇതിനുള്ളതെന്ന് കരുതപ്പെടുന്നു. അടുത്ത കാലത്തായി സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രഹങ്ങൾ പുറം ഗ്രഹങ്ങൾ അഥവാ എക്സോ പ്ലാനറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സൗരയൂഥത്തിന്റെയും അതിലെ ഗ്രഹങ്ങളുടെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠന സാധ്യത, ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവ മൂലം എക്സോ പ്ലാനറ്റുകൾ ശാസ്ത്രജ്ഞർക്ക് വലിയ താല്പര്യമുള്ള പഠന മേഖല തന്നെയാണ്. 1990-ലാണ് ആദ്യ എക്സോ പ്ലാനറ്റിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നത്. തുടർന്ന് ഇതുവരെ 5000-ഓളം എക്സോ പ്ലാനറ്റുകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഭൂമി, ചൊവ്വ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെ പോലെ തന്നെ ഉറച്ച പുറം ഘടനയുള്ളവയും വ്യാഴം, ശനി തുടങ്ങിയവയെ പോലെ തന്നെ ലഘുഘടന ഉള്ളവയും ഇക്കൂട്ടത്തിലുണ്ട്. സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ഭൂമിയെപ്പോലെ ഏതെങ്കിലും നക്ഷത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നവയാണ് ഇവയിൽ കൂടുതലുമായും ഉള്ളത്. എന്നാൽ 2 നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്ന എക്സോ പ്ലാനറ്റുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. നക്ഷത്രങ്ങളെ ഒന്നും ഭ്രമണം ചെയ്യാതെ സ്വതന്ത്രരായി നടക്കുന്ന എക്സോ പ്ലാനറ്റുകളും പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്തുള്ള എക്സോ പ്ലാനറ്റിന്റെ പേര് എപ്സിലോൺ എറിഡാനി എന്നാണ്. ഭൂമിയിൽ നിന്നും 10.5 പ്രകാശ വർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടെത്തലുകൾ നമ്മുടെ ലോകത്ത് ഉണ്ടാവട്ടെ.